സതി എന്നത് ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ വ്യാപകമായി നിലനിന്നിരുന്ന ഏറ്റവും ക്രൂരമായ ഒരു അനുഷ്ഠാനം തന്നെയായിരുന്നു. ഒരു വിധവ അവളുടെ ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മാഹൂതി ചെയ്യുന്ന ഭാരതത്തിലെ ഒരു പുരാതന ഹിന്ദു ആചാരമാണ് സതി. സതി അനുഷ്ഠിക്കുന്നത് വലിയ മഹാത്മ്യമായി അവർ അന്ന് കരുതിയിരുന്നു. ഇന്ന് സതി അനുഷ്ഠാനം ആജീവനാന്ത ശിക്ഷ വരെ ലഭിക്കാവുന്ന കൊടും കുറ്റമാണ്. സനാതന ധർമ്മത്തിന്റെ ആചാരമായിരുന്ന ഈ സതി അനുഷ്ഠാനം എന്നതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം വളരെ നാളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ സതി എന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതാണ് എന്ന വാദം. ഇത് വ്യാപകമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. 2015 വരെ സതി നടന്നതിന്റെ വാർത്തകൾ ഉണ്ടായിരുന്നു. സതി അനുഷ്ഠാനത്തെക്കുറിച്ചുള്ള കാര്യമാണ് ചാർവാകൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സതി എന്നത് സനാതന ധർമ്മത്തിന്റെ ഭാഗമായിരുന്നോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം. ചാർവാകൻ സനാതന ധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം പറഞ്ഞങ്ങോട്ട് പോകാം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് സനാതന ധർമ്മത്തിന്റെ ഭാഗമായിരുന്നോ എന്നത്. ഒരു കാര്യം മാത്രം ചാർവാകൻ ആദ്യമേ പറയാം. ഇവിടെ പറയുന്ന ഗ്രന്ഥങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ രചിക്കപ്പെട്ടതാണ് എന്നും കൂടി ഓർക്കുക. നമുക്ക് നേരെ ഗ്രന്ഥങ്ങളിലേക്ക് കടക്കാം. ദേവി ഭാഗവതത്തിൽ 6:25-36 പറയുന്നത് നോക്കാം. മാദ്രി പാണ്ഡുവിന്റെ കൂടെ ചിതയിൽ ചാടി മരിച്ച കാര്യം. മൃതശാപാത്തു മുനിഭി സംസ്കൃതോ ഹുതഭുങ് മുഖേ മാദ്രി തത്ര സതീ ഭൂത്വ പ്രവിഷ്ട പതിനാസഹ. ഒരിക്കൽ യൗവനവും സൗന്ദര്യവും നിറഞ്ഞ മാദ്രി ഒരു ഏകാന്ത സ്ഥലത്ത് തനിച്ചായിരുന്നപ്പോൾ പാണ്ഡു അവളെ ആലിംഗനം ചെയ്തതും ശാപം മൂലം മരിക്കുകയും ശവസംസ്കാര ചിത ജ്വലിച്ചപ്പോൾ മാദ്രി അഗ്നിയിൽ പ്രവേശിച്ച് സതി അനുഷ്ഠിച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം. ഗീത ഉപദേശിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പ്രധാനപ്പെട്ട 8 ഭാര്യമാർ കൃഷ്ണന്റെ കൂടെ ചിതയിൽ ചാടി മരിച്ച കാര്യം വിഷ്ണുപുരാണം 5:38 പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അഷ്ടൗ മഹിഷ്യ കഥിത രുക്മിണീ പ്രമുഖാസ്തു യാ ഉപഗുഹ്യ ഹരേർദേഹം വിവിശുസ്ത ഹുദാശനം രേവതീ ചാഭിരാമസ്യ ദേഹമാശ്ലിഷ്യ സത്തമ വിവേശജ്വലിതം വന്യം തത്സംഗാഹ്ലാദശീതളം ഉഗ്രസേനസ്തു തച്ഛ്രുത്വാ തഥൈവാനഗദുന്ദുഭി ദേവകീ രോഹിണീ ചൈവ വിവിശുർജാതവേദസം. രുക്മിണി ഉൾപ്പെടെ കൃഷ്ണന്റെ 8 രാജ്ഞിമാർ ഹരിയുടെ ശരീരം ആശ്ലേഷിച്ച് ശവസംസ്കാരാഗ്നിയിൽ പ്രവേശിച്ചു. രേവതിയും ബലരാമന്റെ ശവശരീരം ആശ്ലേഷിച്ച് ജ്വലിക്കുന്ന അഗ്നിയിൽ പ്രവേശിച്ചു. ഈ സംഭവങ്ങൾ കേട്ട ഉഗ്രസേനനും അനഗദുന്ദുഭിയും ദേവകിയോടും രോഹിണിയോടും കൂടി ഈ ജ്വാലയിൽ പ്രവേശിച്ച് മരിച്ചു. കൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ ഇവരുടെയെല്ലാം ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ സതി അനുഷ്ഠിക്കുന്ന കാര്യം ഭാഗവതം പറയുന്നത് നോക്കുക. ഭാഗവതം 11:31, 19, 20 ശ്ലോകം. യാദവരുടെ ഭാര്യമാർ മരിച്ചുപോയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ആലിംഗനം ചെയ്ത് ശവസംസ്കാര ചിതകളിൽ കയറി. ബലരാമന്റെ ഭാര്യമാരും അഗ്നിയിൽ പ്രവേശിച്ചു. വസുദേവന്റെ ഭാര്യമാർ അവന്റെ അഗ്നിയിൽ പ്രവേശിച്ച് ശരീരം ആശ്ലേഷിച്ചു. കൃഷ്ണന്റെ മരുമക്കൾ പ്രദ്യുപ്നന്റെ നേതൃത്വത്തിൽ അതാത് ഭർത്താക്കന്മാരുടെ ശവസംസ്കാരം അഗ്നിയിൽ പ്രവേശിച്ചു. രുക്മിണിയും കൃഷ്ണന്റെ മറ്റു ഭാര്യമാരും അവന്റെ കൂടെ അഗ്നിയിൽ പ്രവേശിച്ചു. സകല യാദവ സ്ത്രീകളും സതി അനുഷ്ഠിച്ചുവെന്ന് പത്മപുരാണം 6:252, 89, 90 ശ്ലോകം പറയുന്നുണ്ട്. രുക്മപുത്രിയും പ്രദ്യുമ്നനും ഉഷയും അനിരുദ്ധനും തുടങ്ങി എല്ലാ യാദവ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരുടെ ശരീരത്തെ പുണർന്നുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു മരിച്ചു. ഇനി സതി അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇതിൽ പ്രത്യേകം പറയുന്നത് നോക്കുക. സനാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നോക്കുക. പരപതിഗമനം ചെയ്തവൾ, പരപുരുഷ ബന്ധം ചെയ്തവൾക്ക് ഉണ്ടാകുന്ന പാപം കളയാൻ സതി നല്ലതാണ് എന്ന് പത്മപുരാണം 5:106 ഉപദേശം കൊടുക്കുന്നുണ്ട്. നാരദസ്യ പപാദാസൗ പാദയോരതി ദുഃഖിത താമുദ്ധാപ്യ മുനി ശ്രദ്ധാം ഗതായുഷമഭാഷത. ദുഃഖിച്ചു കിടന്ന അവളെ എഴുന്നേൽപ്പിച്ച് നാരദൻ പറഞ്ഞു, ഐ മുഗ്ധേ വിശാലാക്ഷി ഭർത്താരം ഗന്ധുമർഹസി ഭർത്താദേഹി വിശാലാക്ഷി മൃദോ ബന്ധു വിവർജിത നരോദിതവ്യം തേ ഭദ്ര ജ്വലനം പ്രാവിശാസ്വഭേ. നാരദൻ പറയുകയാണ്, അല്ലയോ സുന്ദരിയെ, തീയിൽ പ്രവേശിക്കുമ്പോൾ നീ കരയരുത്. നിങ്ങൾ അഗ്നിയിലേക്ക് പോകുകയാണെങ്കിൽ മകളെ, നീ മറ്റൊരു പുരുഷനെ ഭർത്താവിനേക്കാൾ ആസ്വദിക്കുന്നത് പോലെയുള്ള പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ കൂടി ഈ അഗ്നിപ്രവേശം സഹായിക്കും. അഗ്നിപ്രവേശം നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും നശിപ്പിക്കും. സതി അനുഷ്ഠിച്ചാൽ
അനേകം അശ്വമേധയാഗം ചെയ്ത് ഫലം കിട്ടുമെന്ന് സ്കന്ദപുരാണം 3:2-7 53 മുതൽ 56 ശ്ലോകം വരെ പറയുന്നുണ്ട്. ഇപ്രകാരം സതി അനുഷ്ഠിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും സനാതനധർമ്മങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി സതി അനുഷ്ഠിച്ചില്ലെങ്കിൽ എന്തു പറ്റും എന്നുകൂടി സനാതനധർമ്മം പറയുന്നു നോക്കുക. നാരദപുരാണം ഉത്തരഭാഗം 30:87 പ്രയാതി നാരി ബഹുഭിസ്സു പുണ്യൈ സഹൈവ ഭർത്ത സ്വശരീരദാഹാത് വിഷ്ണോപദം വിത്തശരീരലുബ്ധ പ്രയാതി യാമീഞ്ച കുയോനി പീഡാം. ഭർത്താവിന്റെ ഒപ്പം മൃതദേഹം സംസ്കരിക്കുമ്പോൾ ഒരു സ്ത്രീ ശരീരത്തിനോടും സമ്പത്തിനോടും അത്യാഗ്രഹിയായ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യാതിരുന്നാൽ യമന്റെ പീഡനവും കീഴ്ജാതികളിൽ ജനിച്ച് കഷ്ടതയും അനുഭവിക്കും. ഇത്തരത്തിൽ സതി അനുഷ്ഠാനത്തെ ഇത്രമാത്രം സനാതന ധർമ്മഗ്രന്ഥങ്ങളിൽ വളരെ വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് സതി അനുഷ്ഠാനം ആരംഭിച്ചതെന്നോ ഉള്ള ആ വാദത്തിന്റെ കഴമ്പ് എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.